പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കല്യാണ വീടുകളിൽ ഒരു 4 മണിക്കൊക്കെ എത്തുന്ന അതിഥികൾക്ക് വിരുന്നൊരുക്കിയിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മധുരം ചേർത്തിട്ടുള്ള അവില്. നല്ല ഞാലിപ്പൂവൻ പഴത്തിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് വിശന്ന് കൂറ കൂത്തി ഹോസ്റ്റലിലേക്ക് വന്ന് കയറുമ്പോൾ എൻ്റെ വിശപ്പ് അടക്കിയിരുന്നതും ഇവനായിരുന്നു കേട്ടോ. ഇതിനായിട്ട് 1/2 കിലോ മട്ടേരിയുടെ അവില് ഒന്ന് ചൂടാക്കിയെടുക്കണം. അവലൊന്ന് ചൂടായാലും മതി, വല്ലാണ്ടങ്ങ് മൊരിഞ്ഞു പോകണ്ട. ഇനി 1/2 കിലോ ശർക്കരയും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പാനിയാക്കി എടുക്കണം. ശേഷം ഒരരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ശർക്കരയിലെ അഴുക്കൊക്കെ നീക്കം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ശർക്കര പാനി ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി ചൂടാക്കിയെടുക്കണം. അതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകമാകുമ്പോൾ ഒരു മുഴുവൻ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ തേങ്ങയിലെയും ശർക്കര പാനിയിലെയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇനി 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അവസാനം നമുക്ക് അവില് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സാധാരണ അവില് വിളയിക്കുമ്പോൾ നമ്മൾ നെയ്യും എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അത് 1-2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് മാസങ്ങളോളം കേടുകൂടാതെ കുപ്പിയിൽ സൂക്ഷിക്കാൻ പറ്റും. ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സംഭവം റെഡി.